പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ ജീവിതം തിരികെ പിടിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ് അഭിഷേക്. ഇതിൻ്റെ ഭാഗമായി ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് താനില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന അഭിഷേക് ദേവബാലയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ദേവരാജനോട്. അവളെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട എന്നും പറഞ്ഞതിനെ തുടർന്ന് വൈദ്യരോട് ഈ കാര്യം ദേവരാജൻ വ്യക്തമാക്കുകയാണ്. എൻ്റെ മകളെ അവൻ സ്നേഹിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. പക്ഷേ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവളുടെ ഈ അവസ്ഥയിൽ നിന്ന് അവളെ രക്ഷിക്കേണ്ടേ? ഇത് കേൾക്കുന്ന വൈദ്യർ പറയുകയാണ്, അതിന് ഇനി ഒരു തന്ത്രം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവൻ നമുക്ക് നേരെ കളിച്ച ആയുധം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടി കൊടുക്കുക അവന്. അങ്ങനെ അവൻ നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ വരയിലേക്ക് വരികയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ദേവരാജൻ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ മകളുടെ ജീവിതത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാനിപ്പോൾ തയ്യാറാണ്. എനിക്ക് എൻ്റെ മകളുടെ ജീവിതമാണ് പ്രധാനം. അതിനുവേണ്ടി ഇനി ഞാൻ എന്തും ചെയ്യും എന്നുള്ള നിലയിൽ എത്തിയിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് അവൻ തന്നെയാണ് ദേവബാലയുടെ ഭർത്താവ്. ഈ കാര്യത്തിൽ ഇനി യാതൊരു മാറ്റവുമില്ല. ആര് എന്തൊക്കെ പറഞ്ഞാലും നമ്മളത് അംഗീകരിച്ചു കൊടുക്കുകയില്ല. തെളിവുകൾ നിരത്തിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന വൈദ്യർ, അതുകൊണ്ട് തന്നെ അങ്ങനെ വേണം അവളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വൈദ്യർ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദേവരാജൻ തൻ്റെ മകൾ ഇനി അവൻ്റെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് തിരികെ ദേവരാജൻ അഭിഷേകിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതോടെ മകളെയും വിളിച്ചുകൊണ്ട് അച്ഛൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് അഭിഷേക് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ കാര്യം കേൾക്കുന്ന ദേവരാജൻ സാധ്യമല്ല എന്ന് തീർത്തു പറയുന്നു. എൻ്റെ മകളുടെ കഴുത്തിൽ നീ താലി കെട്ടിയിട്ടുണ്ട് എങ്കിൽ അവൾ നിന്റെ ഭാര്യയാണ്. ഭാര്യ ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, പോലീസുകാർ ഇപ്പോൾ നിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നീ മറക്കണ്ട. എന്തെങ്കിലും ചതി നീ എൻ്റെ മകളുടെ നേർക്ക് കാണിക്കുകയാണ് എങ്കിൽ നീ വിവരമറിയും. ഇത് കേൾക്കുന്ന അഭിഷേക് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ്. ഇതേ തുടർന്ന് അങ്ങനെ എന്നെ ഒതുക്കാൻ നോക്കണ്ട. നിങ്ങളെല്ലാവരും കൂടി ചതിച്ചതാണ് എന്നെ. ഒരിക്കലും ദേവബാലയെ ഞാൻ വിവാഹം കഴിക്കുകയില്ല. അവൾ എനിക്ക് പറ്റിയ പെൺകുട്ടി പോലുമല്ല. പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്? എൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്തിനാണ് മുന്നോട്ട് പോകുന്നത്? എനിക്കെന്താ വട്ടുണ്ടോ? ഇത് കേൾക്കുന്ന ദേവരാജൻ, അവൾ നിന്റെ ഭാര്യ തന്നെയാണ് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആ കാര്യത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്കുന്നത് നിനക്കും നന്നായിരിക്കും. എനിക്ക് അത്രയേ നിന്നോട് ഇപ്പോൾ പറയാനുള്ളൂ. നീ തന്നെ നിന്റെ ജീവിതം തകർക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ദേവരാജൻ. ഇതോടെ ദേവരാജനും മനഃപൂർവ്വമാണ് തന്നെ ചതിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് അഭിഷേക്. ഇതിനെന്തായാലും ഞാനൊരു മറുപടി നൽകുക തന്നെ ചെയ്യും. ഒരിക്കലും ഈ ചതി അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾക്കെതിരെ ഞാൻ പ്രതികാരം ചെയ്യും. ഇതെല്ലാം ദേവബാലയ്ക്ക് തിരിച്ചടി ആവുകയും ചെയ്യും. ഈ പ്രാന്തത്തിയെ എനിക്ക് ഭാര്യയായി ജീവിതകാലം കൊണ്ടു നടക്കാൻ സാധിക്കുകയുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അഭിഷേക് മുന്നിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ ദേവബാലയാകട്ടെ അഭിഷേക് എന്നെങ്കിലും എന്നെ സ്നേഹിക്കുമെന്നും എൻ്റെ സ്നേഹം തിരിച്ചറിയും എന്നും ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു.
ഇതേ സമയം ഹംസയെ തല്ലി ഓടിപ്പിക്കുന്ന ജയരാമൻ എത്രയും പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കണ്ടെത്താൻ തീരുമാനമെടുത്തുകൊണ്ട് തിരികെ വന്നിരിക്കുകയാണ്. ഇതേ തുടർന്ന് ദേവബാല വീണ്ടും അഭിഷേകിന്റെ ജീവിതത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യം ജയരാമൻ തിരിച്ചറിയുകയാണ്. മാത്രവുമല്ല, അവൾക്ക് ഇപ്പോൾ തലയ്ക്ക് സ്ഥിരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് പോലീസിൽ നമ്മൾ പിടിപെടാതെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോയേനെ. എന്തായാലും ഈ അവസരം ഇനി കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കാത്തിരുന്ന തിരിച്ചടി കൊടുക്കുകയാണ് ഇനി വേണ്ടത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ജയരാമൻ. എന്നാൽ ഇതേ സമയം അഭിഷേകാകട്ടെ തൻ്റെ സുഹൃത്തായ സോഹനെ ചെന്ന് കാണുന്നു. സോഹനോട് ഞാൻ ആകെ പെട്ടുപോയിരിക്കുകയാണ് എന്ന് സമ്മതിക്കുകയും ഇനി എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം ഇപ്പോൾ കൈവിട്ട മട്ടാണ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥ. അപ്പോഴാണ് ജോലിയും പോയിരിക്കുന്നത്. ഇനിയൊരിക്കലും റാംമോഹന്റെ അവിടെ ജോലിക്കും പോകാൻ സാധിക്കുകയില്ല. ദേവബാല കാരണം ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. എൻ്റെ ജീവിതം ആകെ തകർന്നിരിക്കുന്നു. എനിക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ല. ഞാൻ തോൽവിയുടെ വക്കിലാണ്. എനിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് എല്ലാം ശരിയാകുമെന്ന് സോഹൻ ആശ്വസിപ്പിക്കുകയാണ്. കുറച്ച് സമയം കൊടുക്കൂ, എല്ലാം ശരിയാകുമെടാ. നമുക്ക് സത്യങ്ങൾ തെളിയിക്കാൻ സാധിക്കും. നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരും ഒരു ദിവസം അറിയും. അത് എനിക്കുറപ്പുണ്ട് എന്ന് സോഹൻ പറയുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.